ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തുസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകും നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും 2 ഉണ്ട വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണിക്കുന്ന വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോവും, അതാണ് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയത്. പിന്നെ ഇതാ ഞാൻ മസാലയാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ആദ്യം കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 7 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി കുറവ് എടുക്കുന്നവരും ഉണ്ട്, 5 or 4 എടുത്താൽ മതി. ഞാൻ ഇവിടെ 5 എടുത്തിട്ടുണ്ട്. മക്കൾ പെട്ടെന്ന് ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആക്കാൻ കഴിഞ്ഞതാണ്. ചിക്കനൊന്നും വലിങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഫ്രിഡ്ജിൽ കറി വെക്കാൻ ഉണ്ടായത് ഞാൻ എടുത്തിട്ട് ഇപ്പം ബിരിയാണി വെക്കുന്നതാണ്. എന്തായാലും പിള്ളേർ പറഞ്ഞതല്ലേ, അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ ഏതായാലും വെക്കുകയും ചെയ്തു. അപ്പം വീഡിയോയും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ബിരിയാണി എല്ലാവരും ഒരുപോലെ നല്ല വെക്കല്, അപ്പോൾ ഓരോരാൾ ഓരോ വെറൈറ്റി ആയിരിക്കും ടേസ്റ്റ്. അപ്പം ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വഴന്ന ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാം. കുക്കറിലാകുമ്പോൾ വളരെ സിമ്പിളാവും, ഒറ്റ കൂക്കലിൽ സംഭവം റെഡിയാവും. ആദ്യം ഉള്ളി ഒന്ന് ചെറുങ്ങനെ ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് കൂകിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉള്ളി എല്ലാം വഴന്ന് കിട്ടും അതിൽ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഒരു 5-10 മിനിറ്റ് എന്തായാലും വെയിറ്റ് ആക്കേണ്ടി വരും. ഉള്ളി നന്നായി വഴന്ന ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളിനെ കൂടി ഒന്ന് വേവിച്ചെടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം, എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോകൾ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ. ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തക്കാളിയും കൂടി ഒന്ന് ജസ്റ്റ് വഴന്ന ശേഷം നേരത്തെ ഇഞ്ചി പേസ്റ്റില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കുറച്ച് ബാലൻസും ആക്കിയുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന നേരം ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി ഒന്നും ഇപ്പം ഇതിൽ ശരിക്കും ഉടഞ്ഞു വന്നിട്ടില്ല. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ തന്നെ വേവിച്ചെടുക്കണം, എന്നാലേ ബിരിയാണി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. തീയെല്ലാം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി, എന്നാൽ തന്നെ നല്ലോണം വഴന്ന് കിട്ടും. തീ കൂട്ടിയിട്ട് നമ്മൾ വേവിക്കാൻ നിന്നാൽ പെട്ടെന്ന് ഇടുക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാലപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടി ചിക്കൻ പൊരിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്, അതുകൊണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കിയ ശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ഒരു 5 മിനിറ്റ് പോലെ ഇതുപോലെ തന്നെ വെക്കാം. 5-10 മിനിറ്റ് വെക്കാം ചെറിയ തീയിൽ വെക്കുമ്പോൾ. നമ്മൾ ഇത് വെക്കുന്നതിന് എത്ര ടേസ്റ്റ് കൂടുകയും ചെയ്യും. എല്ലാം ഒന്ന് മിക്സാക്കി ഉടഞ്ഞ് വന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതാണ് പിന്നെയും വീണ്ടും വെക്കുന്നത്. ഈ ടൈമിൽ ഒന്നും കൂടി ഉപ്പ് നോക്കുന്നുണ്ട്, ഉപ്പ് കണക്കാനോ എന്നുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് കണക്കന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഞാനിതാ ഒരു സാധനം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. തൈരോ നാരങ്ങ നീരോ ഏതെങ്കിലും ഒന്നും മതി. ഞാനിപ്പോൾ ഇതാ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ ഇത് മാറ്റി വെക്കുന്നുണ്ട്. തൈരോ നാരങ്ങ നീരോ ചേർത്ത് കൊടുത്താലേ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവില്ല. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അത് ചേർത്ത് കൊടുത്താൽ. പിന്നെ ഇതാ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല നെയ്യും വെളിച്ചെണ്ണയും രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ചൂടായ ശേഷം ഞാൻ ഒരു കഷ്ണം ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട്. ഇനി അത് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. ഉള്ളി മൊരിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് എത്രയും നമ്മൾ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാട്ട അരി എടുക്കുന്നത്. ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളമാണ് വേണ്ടത്. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പാട്ടിയിലാണ് അരി വെച്ചിട്ടുണ്ടായത്. അതിൽ ഞാൻ 1.5 പാട്ട വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ആക്കാം. അപ്പോഴേക്കും നേരിയരി കഴുകിയെടുക്കാം. ഞാനൊരു പാട്ട നേരിയരിയാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ആ തിളക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇതാ ഞാൻ ഏലക്കായും കറാമ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ച ശേഷം അതിലേക്ക് ഇതാ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് അരിയിൽ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഉപ്പ് നോക്കാം. കണക്ക് തന്നെയെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നെയ്ച്ചോറായി വരുമ്പോഴേക്ക് തന്നെ ഞാൻ ചെറിയൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നെയ്യും വെളിച്ചെണ്ണയും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉള്ളി മൊരിച്ചെടുക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചെയ്യാണ്ടും ആവും. പക്ഷേ ഇതൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇത് യാതൊരു നിർബന്ധവുമില്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്, ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതിവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കും. പിന്നെ ആദ്യം നെയ്ച്ചോറ് ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ആദ്യം മസാല ഇട്ട് കൊടുക്കും. ചൂടോടെ തന്നെ ചെയ്യണം, നെയ്ച്ചോറ് തണിയുന്നതിന് മുമ്പേ തന്നെ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മസാല എല്ലാ ഭാഗത്തും എത്തിക്കിട്ടുകയും ചെയ്യും. നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപോലെ തന്നെ നമുക്ക് മസാല കിട്ടും.
അതിൻ്റെ മുകളിലേക്ക് ഇതാ നേരത്തെ മൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഇത് അടച്ച് വെച്ചിട്ടാകുമ്പം സ്റ്റൗവിൽ വെക്കുക. ഞാൻ വെക്കുന്ന ബിരിയാണി രീതി ഇങ്ങനെയാണ്. അപ്പം എല്ലാവരും പല വിധത്തിലായിരിക്കും വെക്കൽ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ആക്കി കൊടുത്താൽ പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്.